ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ വീക്ക് 5 വീക്ക്ലി റീസെറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാസത്തിലെ അവസാനത്തെ റീസെറ്റ് റുട്ടീനാണിത് കേട്ടോ. ഞാൻ ഇതിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും എത്ര ടൈം എടുക്കണമെന്ന് ഇതിൽ എഴുതി കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കുറച്ച് സമയം ഒരാഴ്ചയിൽ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നുള്ളൂ ഈ പ്ലാനിങ്ങിനും പ്രിപ്പറേഷനും വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ പ്ലാനിങ്ങിലോട്ട് കടക്കാം. കലണ്ടർ എടുത്ത് വെച്ച് ഓരോ ഡേറ്റ്സിലും എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു കലണ്ടർ പലരും അവിടെ നിന്ന് മേടിച്ചേന്ന് ചോദിച്ചു. ഞങ്ങൾ ഷോപ്പിൽ പോയപ്പോൾ ഐറ്റംസ് ഒക്കെ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതായിരുന്നു കേട്ടോ ആ ഒരു കലണ്ടർ. പക്ഷേ ഇങ്ങനത്തെ നമുക്ക് വാങ്ങാനും കിട്ടുന്നുണ്ട്. ഇതേ സെയിം കലണ്ടർ പോലത്തെ കാണുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും എന്തൊക്കെ കാര്യങ്ങൾ ആ ദിവസത്തേക്ക് പ്രധാനമായിട്ട് ചെയ്യണം. അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രിഡ്ജാണ് ഞാൻ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ പച്ചക്കറികൾ എന്തെങ്കിലുമൊക്കെ ബാലൻസ് ഉണ്ട്, അതനുസരിച്ചുള്ള കറികളൊക്കെ എനിക്ക് ആ ആഴ്ചയിൽ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീൽ പ്ലാനൊക്കെ തയ്യാറാക്കണമെങ്കിൽ ആദ്യം ഫ്രിഡ്ജ് ചെക്ക് ചെയ്യാണ് ചെയ്യണം. അപ്പോൾ ഫ്രിഡ്ജ് നോക്കണതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജസ്റ്റ് അവിടെ എന്തെങ്കിലുമൊക്കെ അഴുക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എന്നിട്ടാണ് ഫ്രിഡ്ജ് അങ്ങോട്ട് വെക്കുക. വലിയ ക്ലീനിങ് ഒന്നല്ല കേട്ടോ. ആ പാത്രങ്ങൾ എടുക്കണോടുകൂടി എന്തെങ്കിലുമൊക്കെ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് നീറ്റാക്കി വെക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അതിൽ വെച്ചിരിക്കുന്ന ബോക്സുകളുണ്ടല്ലോ പച്ചക്കറിയൊക്കെ വെക്കുന്നത്, അതൊക്കെ വാഷ് ചെയ്യാറായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചിലതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എണ്ണൊക്കെ ഉള്ളെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ ആ ബോക്സുകളൊക്കെ കഴുകി സെറ്റാക്കി വെക്കും. കാരണം ഈ ഒരു വീക്കിൽ എനിക്ക് കടയിൽ പോകണം. അപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിക്കാണ്ടുമ്പോൾ ഫ്രിഡ്ജ് ഒരുവിധം കാലിയാക്കി വെച്ചാലാണ് എല്ലാം ഒതുക്കി വീണ്ടും വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബോക്സുകളെല്ലാം കഴുകി ഉണങ്ങാനായിട്ട് വെക്കുകയാണ്. ഫ്രിഡ്ജ് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി ബാലൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ പല സമയത്ത് അത് മറന്നു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കലും ഫ്രിഡ്ജ് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മുടെ പാൻട്രി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് കാര്യമായിട്ടൊന്നും മേടിക്കാനില്ല. എന്നാലും ഞാൻ എല്ലാ ആഴ്ചയും വെറുതെ തുറന്ന് നോക്കും, കാരണം എന്തെങ്കിലും കഴിയാറായോ എന്ന്. അതുപോലെ തന്നെ ബോട്ടിൽസിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐറ്റംസ് അതൊക്കെ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടും ഈ ഒരു വീക്ക്ലി റീസെറ്റിൻ്റെ സമയത്ത് ചെയ്യാവുന്നതാണ്. ഞാൻ സാധാരണ ചെയ്യുക, ഈ ബോട്ടിൽസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കഴുകി ഉണക്കി വെച്ച ശേഷം അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് കഴുകാനായിട്ട് പിന്നെ സ്പെഷ്യൽ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ ബോട്ടിലും കഴിയുന്ന അനുസരിച്ച് കഴുകി നമുക്ക് വെക്കാം. ഈ ബോട്ടിലിൽ ഏകദേശം 1 കിലോ കൊള്ളും. ഫുൾ 1 കിലോ കൊള്ളാറില്ല കേട്ടോ, കുറച്ച് കുറവാണ്. ഈ നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫ്രിഡ്ജും പാൻട്രിയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതുക എന്നുള്ളതാണ്. ഡീറ്റെയിൽ ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇത് എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ പലതവണ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നന്നായി ചെക്ക് ചെയ്തിട്ട് എഴുതുകയാണെങ്കിൽ ഒരു തവണ പോയാൽ ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം വാങ്ങി വരാം. ഇല്ലെങ്കിൽ നമ്മളവിടെ ചെന്നിങ്ങനെ ആലോചിച്ച് നിന്ന് ആവശ്യമില്ലാത്ത മേടിച്ച് വരികയും ചെയ്യും, വീട്ടിൽ കഴിഞ്ഞ ഐറ്റംസ് വിട്ടുപോവുകയും ചെയ്യും. എനിക്കാണിങ്ങനെ പല തവണ കടയിൽ പോകാമെന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പോകുന്ന സമയത്ത് ആവശ്യമുള്ളതെല്ലാം പരമാവധി മേടിച്ചിട്ടാണ് വരാറുള്ളത്. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് മീൽ പ്ലാനിങ് ആണ്. മീൽ പ്ലാൻ നമുക്കൊരു പേപ്പറിൽ ഇങ്ങനെ വരച്ച് അത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു മാഗ്നറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു വൈറ്റ് ബോർഡ് നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അത് നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. വൈറ്റ് ബോർഡ് ഉണ്ടാക്കാൻ ഈസിയാണ്, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കനം കുറഞ്ഞ കാർഡ് ബോർഡിൻ്റെ ഒരു പീസിൽ ഞാൻ വൈറ്റ് ബോർഡിൻ്റെ ഈ ഒരു പേപ്പർ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട്, അതാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല കനം കുറവായിരിക്കും, ഫ്രിഡ്ജിൽ ഈസി ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും. മാഗ്നറ്റ് വെച്ച് ഒട്ടിക്കാം. അപ്പോൾ ഇതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. ആ ഒരു വൈറ്റ് ഷീറ്റിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നോക്കിക്കോ. അങ്ങനെ ഞാൻ എൻ്റെ മീൽ പ്ലാൻ ഇവിടെ എഴുതാണ്. ഈ പ്രാവശ്യം ഞാൻ ഡേറ്റും ദിവസവും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിൻ്റെയും സ്നാക്കിൻ്റെയും ആണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഡിന്നർ ഞാൻ വേറെ കറിയൊന്നും ഉണ്ടാക്കാറില്ല, സെയിം ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നെ എടുക്കാറ്. അതുകൊണ്ട് അതിന് വേണ്ടി പ്രത്യേകിച്ചൊന്നും എഴുതുന്നില്ല. പിന്നെ എൻ്റെ മക്കൾക്കാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ മീൽ പ്ലാൻ എഴുതി വെക്കുമ്പോൾ. കാരണം അവർ വന്ന് നോക്കും ഇതിലേതാണ് അവർ ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്നൊക്കെ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും അതിൽ കാണുകയാണെങ്കിൽ പറയും ഇതൊന്ന് മാറ്റാനായിട്ട് പറ്റുമോ. അപ്പോൾ ഞാനങ്ങനെ മാറ്റില്ല കേട്ടോ. പരമാവധി എല്ലാവരും ഒരേ ഫുഡ് തന്നെയാണ് കഴിക്കാറ്. സ്പെഷ്യൽ ഓരോരുത്തർക്ക് വേറെ ഉണ്ടാക്കുന്ന ശീലമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മീൽ പ്ലാൻ ഇവിടെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് നമ്മൾ ഉണ്ടാക്കുമല്ലോ 4 മണിക്ക്, അത് ഞാൻ എഴുതി അങ്ങനെ ഇന്ന ദിവസം ഇന്നത് ഉണ്ടാക്കുന്നത് എഴുതി വെക്കാറില്ല. കാരണം ചില സമയത്ത് അത് ഉണ്ടാക്കാൻ പറ്റില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് എഴുതി വെക്കാനുള്ള അർത്ഥമില്ലാത്ത പോലെ എനിക്ക് തോന്നിയുകൊണ്ട് ഞാൻ കുറച്ച് ഓപ്ഷൻസ് മാത്രം, സ്നാക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് എഴുതി വെക്കുകയാണ്. അതിലേതെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാലൻസ് വരാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ എഴുതി വെച്ചാൽ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുന്നുള്ളൂ. ബാക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഒരുവിധം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. അതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് വന്നു അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് മേടിച്ചാൽ സ്കിപ്പാക്കി കളയും. അല്ലെങ്കിൽ ഞാനൊരു വിധം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന പോലത്തെ ഇങ്ങനത്തെ കറികൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതി വെക്കാവുന്നതാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പാണ് മീൽ പ്രപ്പ്. ആ ഒരാഴ്ചയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻ. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് ആകെ 3 കാര്യങ്ങൾ മാത്രമാണ്. അതിൽ ആദ്യത്തേത് നാളികേരം ചിരവി വയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ മാക്സിമം 2 അല്ലെങ്കിൽ 3 നാളികേരമാണ് ചിരണ്ടി വെക്കാറുള്ളത്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ കൺഫ്യൂഷനാണ് ഇത് എങ്ങനെ നാളികേരം ചിരണ്ടി വെച്ചിട്ട് യൂസ് ചെയ്യണമെന്ന്. ഞാൻ കുറേ പേരോട് പറഞ്ഞിരുന്നു, ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് ഡൗട്ട് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് മാത്രം.
ഈ നാളികേരം നമ്മൾ ചിരവി എടുത്തിട്ട് സ്പൂണ് കൊണ്ട് ഇത് ഓരോന്നും ഓരോ ബോക്സിലാക്കാണ്. അപ്പോൾ നമുക്ക് കറിക്ക് ഓരോ ക്വാണ്ടിറ്റി ഏകദേശം ആവശ്യം വരുന്നത് അറിയാലോ, അതനുസരിച്ചാണ് ഞാൻ ബോക്സിലാക്കണത്. കൈ കൊണ്ട് തൊടണ്ടെന്ന് പറഞ്ഞൊരു കാര്യം, നാളികേരം കേട് വരും, അപ്പോൾ അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് ഇടാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഓരോന്നും ഞാനിങ്ങനെ ബോക്സിൽ എല്ലാം ഡിവൈഡ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത്തിരി നാളികേരം ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ചെറിയ ബോക്സിൽ ആക്കി വെക്കാം കേട്ടോ. കാരണം നമ്മളിത് ഫ്രീസറിലാണ് വെക്കാൻ പോണേ. ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ നല്ല കട്ട പോലെയാവും. പക്ഷേ അതിൽ വെള്ളം കയറി അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, കട്ട പോലെയാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറിയ ബോക്സിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമ്മൾ എല്ലാം ബോക്സിലാക്കിയ ശേഷം ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മൾ കറിയൊക്കെ വെക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഈ നാളികേരം പുറത്തോട്ട് എടുത്ത് വെക്കാം. ഫ്രീസറിൽ വെച്ചുകൊണ്ട് തന്നെ ഈ നാളികേരം എല്ലാം കൂടി കട്ട പിടിച്ചിട്ടുണ്ടാവും നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ തണുപ്പൊന്ന് വിടാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റെങ്കിലും വെക്കണം. അപ്പോൾ തണുപ്പ് വിട്ട് കഴിഞ്ഞാൽ നമുക്കിത് തോരൻ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്ന സമയത്തോ ഒക്കെ നാളികേരം ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മളിത് കറികളിലേക്ക് ഉപയോഗിക്കുമ്പോൾ നാളികേര പാലെടുക്കില്ലേ, അതുപോലെ നാളികേരത്തിന് അരപ്പൊക്കെ തയ്യാറാക്കില്ലേ, അപ്പോൾ 1-2 കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അതുപോലെ വെള്ളയപ്പത്തിലേക്ക് അരച്ചൊഴിക്കുമ്പോൾ ഒക്കെ. അപ്പോൾ നാളികേരം നമ്മൾ എടുത്തിട്ട് ഒന്നുകിൽ ഫുൾ തണുപ്പ് പോയ ശേഷം അരച്ചെടുക്കുക. പക്ഷേ ഫുള്ള് തണുപ്പ് പോകാൻ കുറച്ചധികം സമയം, ഈ 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ എടുക്കുന്നതായിരുന്നൊക്കെ വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നത് നേരിയ ചൂടുവെള്ളം ഉണ്ടല്ലോ, അത് ഈ നാളികേരത്തിലേക്ക് ഒഴിച്ചിട്ട് മിക്സിയിലടിക്കുക. തിളച്ച വെള്ളമല്ല, നേരിയ ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലടിക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നാളികേരപ്പാലായാലും അരപ്പായാലും തയ്യാറാക്കാം. തണുത്ത നാളികേരം മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരു പിരിഞ്ഞ പോലെ ഒരു ഇതുപോലെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്, നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. അടുത്തത് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നന്നാക്കി വെക്കുക എന്നുള്ളതാണ്. വേറെ പച്ചക്കറികൾ കട്ട് ചെയ്ത് വെക്കലും അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. കാരണം അത് ഞാൻ അപ്പം തന്നെ ഫ്രഷ് ആയിട്ടാണ് നമ്മളത് ചെയ്ത് കറി വെക്കണേ. ഈ ഐറ്റംസ് മാത്രം, കാരണം ഇത് കുഞ്ഞായതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നേരത്തെ കൂട്ടി കുറച്ച് നന്നാക്കി ഇങ്ങനെ ഈ ബോക്സിൽ കൊള്ളുന്ന അത്രയും മാത്രമേ നന്നാക്കി വെക്കാറുള്ളൂ. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫുള്ള് തീരില്ല, ചിലപ്പോൾ തീരും. അപ്പോൾ അതനുസരിച്ച് ഞാൻ നന്നാക്കി വെക്കുന്നത്. ഇത് ഞാൻ വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. അത് ഫ്രിഡ്ജിൽ ബോക്സിൻ്റെ ലിഡില്ലാതെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത്. നാളികേരം വെച്ചിട്ടുണ്ടായിരുന്നത് ഫ്രീസറിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ സെറ്റാക്കി വെക്കുക. ടി വിയിൽ എന്തെങ്കിലും സിനിമയോ കാര്യങ്ങളൊക്കെ കാണുന്ന നേരത്തെ നിങ്ങൾക്ക് ഇതിങ്ങനത്തെ പണികൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരാഴ്ചയിലേക്ക് നല്ല ഈസി ആയിരിക്കും. 6ാമത്തെ സ്റ്റെപ്പ് സെൽഫ് കെയർ. അപ്പോൾ നമ്മളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം, അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഒരു ഫേസ് പാക്ക് മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഹെയർ ഓയിൽ തലമുടിമൊക്കെ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തലമുടിമ താളി അപ്ലൈ ചെയ്യുക. ഇനി മാനിക്യൂറോ പെഡിക്യൂറോ അങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ അതിനാകെ വല്ല 15 മിനിറ്റൊക്കെ സമയം എടുക്കുള്ളൂ. സമയമില്ലാണ്ടൊന്നല്ല, നമ്മുടെ മടി കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് വെച്ച് ടി വി കണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കുമ്പോൾ ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിനെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ടല്ലോ, അത് എടുക്കുന്നില്ല, അതാണ് പലപ്പോഴും പറ്റണത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ചെറിയൊരു എഫേർട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ടി ഈ കുഞ്ഞു കാര്യങ്ങൾ കൂടി ഒന്ന് ചെയ്യാനായിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് വന്നിരിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കലുള്ള ബെഡ്ഷീറ്റ് ചേഞ്ചിങ്. നമ്മൾ ഈ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റൂം എപ്പോഴും ഈ ഷീറ്റൊക്കെ മാറി എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ 2-3 ഷീറ്റ് ഉള്ളെങ്കിൽ പോലും നമ്മളത് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ മാറ്റി വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടായിരിക്കും. പിന്നെ നമ്മളൊരു 3-4 ഷീറ്റ് കയ്യിലുള്ളത് നല്ലതാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് മാറ്റി വരുമ്പോൾ കുറയുമ്പോഴേക്കും അത് നരച്ച പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ബെഡ്ഷീറ്റ് മേടിച്ച് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ മാറി വിരിക്കുമ്പോൾ എപ്പോഴും അല്ലാതെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബെഡ്ഷീറ്റാണ്. പോളി കോട്ടൺ മെറ്റീരിയലാണ്. ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ. 300 രൂപ താഴെ ഇതിന് വില വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൽ ഈ ആഴ്ചയിൽ ചെയ്യേണ്ടത് ശരിക്കും ഔട്ട്ഡോർ വർക്കുകളാണ്. അതായത് പുറം പണികൾ, അതുപോലെ തന്നെ വീടിൻ്റെ പിൻഭാഗത്തൊക്കെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഗാർഡനിങ്ങിൻ്റെ ക്ലീനിങ്, അങ്ങനത്തെ ഗാർഡൻ ക്ലീനിങ് ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ കൂടുതലും വീട്ടിലെ ഉള്ളിലെ ക്ലീനിങ്ങും അങ്ങനത്തെ പണികളാണ് ചെയ്യുന്നത്. ഗാർഡനിങ്ങൊന്നും അധികം ഞാൻ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അപ്പച്ചനാണ് തോട്ടത്തിലെ പണികൾ, പറമ്പിലെ പണികൾ, അതൊക്കെ അപ്പച്ചൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം അവിടെ ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനത്തെ പണികളൊന്നും വീഡിയോയിലൂടെ ഷെയർ ചെയ്യാത്തത്. ഭാവിയിൽ അങ്ങനത്തെ ചെയ്യുന്ന സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പുറം പണികൾ, ഒന്നാമത്തെ കാര്യം ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പണിക്കൊന്നും ഇപ്പോൾ പഴയ പോലെ പറ്റില്ല. കാരണം മഴ ആയതുകൊണ്ട് പകുതി നേരം അകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പണികൾ ചെയ്യാനുള്ളവർ ഈ ആഴ്ചയിൽ അതാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മക്കളുടെ റൂമിൻ്റെ ഡീപ്പ് ക്ലീനിങ് ആണ്. കാരണം അവർക്ക് കഴിഞ്ഞ ശനിയാഴ്ചകളിലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ടും ഇടയിൽ വേറെ ദിവസങ്ങൾ മുടക്ക് കിട്ടിയപ്പോൾ അന്നൊന്നും അവർ റൂം ക്ലീൻ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സാറ്റർഡേ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ക്ലാസ്സും വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു മാസം എന്തായാലും ഞാൻ ഇതിവിടെ ക്ലീൻ ചെയ്തിടാം. മെയിനായിട്ടും ഞാൻ റൂമിലെ ജനാലകൾ പൊടി തുടച്ചിടുക, അലമാരകൾ പൊടി തുടയ്ക്കുക, അങ്ങനത്തെയൊക്കെ ചെയ്യണുള്ളൂ. ഒതുക്കലൊന്നും ഞാൻ ചെയ്യാറില്ല റൂമിൽ. കാരണം അത് അവർ തന്നെയാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അവർക്കത് പിന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് അവിടെ ഒതുക്കണമൊന്നുമില്ല. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പൊടി തുടച്ചെടുത്തു, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ ഒരു റൂമിൻ്റെ ക്ലീനിങ് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. കാരണം ഞാൻ ഒതുക്കാൻ നിൽക്കാത്തതുകൊണ്ടാണ്. ഒതുക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. കാരണം അവർ അങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തൃപ്തിയാവുന്ന രീതിയിലല്ല ഒതുങ്ങിയിരിക്കണത്. പക്ഷേ ഞാൻ തൊടാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടിപ്പണിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിൽ അവരെ ഒതുക്കാനായിട്ട് സഹായിക്കും. കാരണം കുഞ്ഞു കുഞ്ഞു കുറേ ഐറ്റംസ് ഈ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒതുക്കാന്ന് വെച്ചാൽ നല്ല പണിയാണ്. പിന്നെ അവർ ജ്വല്ലറി ആയാലും അങ്ങനത്തെ ഒക്കെ കുരു സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തൊന്നും വെക്കാതെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഒതുക്കാനായിട്ട് നിന്നില്ല. കാരണം പിന്നെ കുറേ നേരം എൻ്റെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക്കായിട്ടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് ഈ റൂമിൻ്റെ ക്ലീനിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഷീറ്റ് ചേഞ്ച് ചെയ്യൽ കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ഷീറ്റാണ് വിരിക്കുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഷീറ്റുള്ളത്. ഇതുമത്തെ പിക്ചറൊക്കെ കാണാൻ നല്ല രസമല്ല. അപ്പോൾ എനിക്ക് കിഡ്സ് റൂമിൽ എപ്പോഴും ഇങ്ങനത്തെ ഷീറ്റൊക്കെ വിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുട്ടികളുടെ റൂം ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രസമല്ലേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ വെച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷേ കുട്ടികളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അവർക്ക് മടിയായിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ. എൻ്റെ മക്കളുണ്ടായ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ റൂമിൽ ഓരോ കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് അങ്ങനത്തെ ഒക്കെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റൂമിൻ്റെ ഒതുക്കലും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഒതുക്കലെല്ലാം മെയിനായിട്ടും ക്ലീനിങ് ആണ് ചെയ്തത്. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ചയിലെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. അങ്ങനെ ഈ ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങും അതുപോലെ തന്നെ പ്രിപ്പറേഷനും ഒക്കെ നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തെന്ന് വെച്ചിട്ട് നമ്മുടെ ആഴ്ച ഭയങ്കര സൂപ്പറായിട്ട് വരുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസവും വ്യത്യസ്തമാണ്. നമ്മളിതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും ചിലപ്പോൾ പ്ലാൻ പോലെ നടക്കണമെന്നില്ല. അതുപോലെ പല പല ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അത് വിട്ടോളൂ. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ ഇത് കാരണമുള്ള ചെറിയ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ടൈം നിങ്ങളൊന്ന് ടൈമർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഇത്ര ടൈം മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീക്കിലെ കുറേ കാര്യങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതിരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.